അതേസമയം വിനോദ് പറഞ്ഞ് അവസാനിപ്പിച്ച ഒന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ തീർത്തുകൊണ്ടിരിക്കുന്നത് എന്ന്. കാരണം കോൺഗ്രസിനകത്ത് ഇപ്പോൾ രണ്ട് അഭിപ്രായമുള്ളവർ രൂപപ്പെട്ടു വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഇത്രമേൽ വിവാദങ്ങൾ ഉണ്ടായിട്ടും നിരവധിയായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ നടപടിയെടുക്കുന്നില്ല? രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിടുന്ന സമീപനം ആയിരിക്കുമോ ഇനി കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് അറിയേണ്ടത് ഇന്നത്തെ ദിവസത്തെ സാഹചര്യത്തെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് പ്രേക്ഷകരോട് പറയാൻ സാധിക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് ഇപ്പോൾ ഒരു അഭിപ്രായ സമന്വയതയിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ ഈ പരസ്യ പ്രതികരണങ്ങളിൽ ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരും അനുകൂലിക്കുന്നില്ല എന്നത് നമുക്കറിയാം. ഒരു ഘട്ടത്തിലൊക്കെ അനുകൂലിച്ചിരുന്നു. ആ ഘട്ടം എന്നത് നമുക്ക് ഓർമ്മയുണ്ടാകും. ഏതാണ്ട് 3 മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്, ഈ വാർത്തകളിൽ നിറയുന്നത്. പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരു അതിജീവിതയും പരാതിയുമായി രംഗത്ത് വരാത്ത സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം കൂടുതൽ സജീവമായ പശ്ചാത്തലമുണ്ട്. ഏത് നിയമത്തെയും നേരിടാൻ താൻ ഒരുക്കമാണ് എന്നും തനിക്ക് കാൽ ചവിട്ടി നടക്കാൻ പറ്റുന്നിടത്തോളം പാലക്കാട് ഉണ്ടാകുമെന്നൊക്കെ തരത്തിലുള്ള ഒരു വെല്ലുവിളിയുടെ സ്വരം, അതിനപ്പുറത്ത് മാധ്യമപ്രവർത്തകരെ അടക്കം സ്റ്റഡി ക്ലാസ് എടുക്കുന്ന ഒരു രീതി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പാർട്ടിക്കുള്ളിലും മുതിർന്ന നേതാക്കൾ പോലും രാഹുലിനോട് ഒരു മൃദു സമീപനത്തിലേക്ക് പോയി. കെ സുധാകരനെ പോലെയുള്ളവരൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടാകാം. ആ ചെറുപ്പക്കാരനെ ബോധപൂർവമായി ഇല്ലാതാക്കുവാനുള്ള ശ്രമമാണ് നടന്നത് എന്നൊക്കെയാണ്. വളരെ പെട്ടെന്നാണ് പരാതി എത്തിയത്. അതോടുകൂടി അത്തരം നേതാക്കളും നിശബ്ദരായി എങ്കിൽ പോലും കോൺഗ്രസിനകത്ത് കടുത്ത ഭിന്നത തുടരുന്നുണ്ട് എന്നത് തന്നെയാണ്. അതിൽ ഒരു വിഭാഗം വളരെ കൃത്യമായി രാഹുലിനെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെടുന്നവർ തന്നെയാണ്. അതിൽ വി.ഡി. സതീശൻ ഈ വിവാദമുണ്ടായതിനു ശേഷം ഒരു തരി പോലും പിന്നോട്ട് പോയിട്ടില്ല. രമേശ് ചെന്നിത്തല കടുത്ത നിലപാടെടുക്കണം എന്ന സമീപനമാണ്. VM സുധീരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പുറത്താക്കണമെന്ന സമീപനം. രാജ്മോഹൻ ഉണ്ണിത്താൻ അല്പസമയം മുമ്പായിരുന്നു ന്യൂസ് 18നോട്, ഞങ്ങളുടെ പ്രതിനിധി KV ബൈജുവിനോട് ആവർത്തിച്ച് പറഞ്ഞത് ഇതുപോലുള്ള വിഴുപ്പുകളെ ചുമക്കാൻ പാടില്ല എന്ന്. ബിന്ദു കൃഷ്ണയെ പോലെയുള്ളവർ, ഷാനിമോൾ ഉസ്മാനെ പോലെയുള്ളവർ, ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ളവരൊക്കെ വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെടുന്നവർ ആണ്. എന്നാൽ മറ്റൊരു വിഭാഗം കൂടി കോൺഗ്രസിനകത്തുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു പക്ഷേ അവർ പ്രത്യക്ഷമായി രംഗത്ത് വരുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളെ പ്രത്യക്ഷമായി അനുകൂലിച്ചാൽ അത് പൊതുസമൂഹത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നായിരിക്കില്ല. പക്ഷെ പാർട്ടിക്കകത്ത് ഇത്തരം ആളുകൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഒരു ഡേറ്റ് കൂടി പങ്കുവെക്കേണ്ടത് പ്രേക്ഷകരുമായി ഈ വിഷയത്തിലെ ഹൈക്കമാൻഡിന്റെ നിലപാടെന്ത് എന്നുള്ളതാണ്. ഹൈക്കമാൻഡാണ് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് പോകേണ്ടത്, തീരുമാനം എടുക്കേണ്ടത് എന്ന് നമുക്കറിയാം. ആ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്ത് എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഹൈക്കമാൻഡിൻ്റെ നിലപാടെന്ത്, അതിൽ ഉചിതമായ തീരുമാനം എടുക്കാം എന്നാണ് ഹൈക്കമാൻഡ് KPCCക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ തന്നെ, അതും വനിതകൾ തന്നെ AICCക്ക് പരാതി ഇമെയിൽ വഴി അയച്ച പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഒരു പരാതി ലഭിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ പോലെ ഒരു നേതാവാണ്, MLA ആണ് എന്നിരുന്നാൽ പോലും ആ വിഷയം പരിശോധിക്കാതെ വിടുക എന്നത് സാധ്യമാകുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ ഉചിതമായ നടപടി എടുത്തുകൊള്ളൂ എന്ന തരത്തിൽ KPCCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി KPCC ആണ്, അതായത് എന്ത് തീരുമാനവും കൈക്കൊള്ളാം എന്ന ഒരു നിലപാട് KPCCക്ക് തീരുമാനിക്കാം എന്ന കൃത്യമായൊരു നിലപാട് അറിയിച്ചിട്ടുണ്ട് ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ഇനി കേരളത്തിലെ മുതിർന്ന നേതാക്കൾ കൂടിയാലോചിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പ്രതിസന്ധി പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയേണ്ടതായി വരുന്നത്. അതിൽ ഒരു വിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൃത്യമായി പിന്തുണയ്ക്കുന്നവർ ആണെങ്കിൽ മറ്റൊരു വിഭാഗം രാഹുലിന് വേണ്ടി ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ ഒരു പക്ഷേ പരസ്യമായൊന്നും രംഗത്തേക്ക് വരണമെന്നില്ല. അവർ സംഘടനാ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് നേതാക്കളെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്തിലേക്ക് ഞാൻ പോവുകയാണ്. സജിത്ത്, എപ്പോഴും കോൺഗ്രസിന്റെ പ്രതിരോധം എന്നത് ഞങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ ശക്തമായ നടപടിയെടുത്തു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി, കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, ഒരു പരാതി പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴിതാ പരാതി ലഭിക്കുന്നു. ഇത് കോൺഗ്രസിന് നേരത്തെ തന്നെ പരാതികൾ ലഭിച്ചിരുന്നു. അത്തരം വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നു. രാഹുൽ മാങ്കൂട്ടം കൃത്യമായി കോൺഗ്രസിനകത്ത് സംരക്ഷിക്കപ്പെട്ട നേതാവാണ് എന്ന് കോൺഗ്രസിനകത്തുള്ളവർ തന്നെ
പരസ്യമായി പറയുന്നു. അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിൽ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുക എന്നത് അത്ര എളുപ്പമാണോ? ഇന്നിപ്പോൾ ജാമ്യം ലഭിച്ചാൽ പോലും ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇനിയും വന്നേക്കാം. അങ്ങനെയാണല്ലോ സജിത്ത് സാഹചര്യം. അഭിലാഷ, ഒരിക്കലും എളുപ്പമല്ല രാഹുലിനെ സംരക്ഷിക്കുന്നത്. മാത്രമല്ല, അത്തരമൊരു നീക്കം കോൺഗ്രസിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസിന് നടപടി വൈകുന്നു എന്ന സ്വാഭാവികമായ സംശയം എല്ലാവർക്കും ഉണ്ടാവും. രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കുണ്ട്, പൊതുവിൽ പൊതുജനങ്ങൾക്കും അടക്കം ആ സംശയം ഉണ്ടാവും. അതിനുള്ള ഉത്തരം കോൺഗ്രസിനകത്തുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം തന്നെയാണ്. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് രാഹുലിനെ കൈവിട്ട് കഴിഞ്ഞു. ഇന്നലെ KC വേണുഗോപാലും ഒപ്പം തന്നെ കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ഈ നിർദ്ദേശം പങ്കുവയ്ക്കപ്പെട്ടതാണ്. പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പം സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് മറ്റൊരു നിലപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാദം MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോടതി തീരുമാനം പറഞ്ഞ ശേഷം നടപടി അതിലേക്ക് പോകാം എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇതേ നിലപാട് തന്നെയാണ് മുന്നണി കൺവീനറായ അടൂർ പ്രകാശിനുമുള്ളത്. മറ്റെല്ലാ നേതാക്കളും ഇനി താമസിക്കാൻ പറ്റില്ല, വേഗത്തിൽ നടപടി എന്ന നിലപാട് തന്നെയാണ്. VD സതീശനും അതേ നിലപാടാണ്, രമേശ് ചെന്നിത്തലയ്ക്കും അതേ നിലപാടാണ്. നേതാക്കളെല്ലാം ഈ നിർദ്ദേശം പങ്കുവെക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരു തർക്ക വിഷയമായി പുറത്തേക്ക് വരാത്തതിന് കാരണം ഇതിൽ ഇന്നത്തെ തീരുമാനത്തിന് അവർ കാത്തു നിൽക്കുന്നു എന്നതാണ്. അതായത് സണ്ണി ജോസഫ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പൊതുവിൽ മറ്റു നേതാക്കൾ അനുകൂലിച്ചിട്ടുണ്ട് എന്നത് കൊണ്ടുകൂടിയാണ്. അതിനർത്ഥം ഇന്നത്തെ കോടതി തീരുമാനം വരെയാണ് ഈ തീരുമാനം പുറത്തു വരാനുള്ള ഒരു വൈകൽ ഉണ്ടാവുക. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി വിധി അനുകൂലമായാൽ ഇനിയൊരു നടപടിയെടുക്കാതെ കോൺഗ്രസ് നിലപാടെടുക്കുമോ എന്ന ചോദ്യമാണ്. നമുക്കതുകൂടി പ്രതീക്ഷിക്കാനാവില്ല. കാരണം അത് ഒരുപക്ഷെ നടപടിയിലേക്ക് തന്നെ പോകാനാണ് സാധ്യത. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചാലും കോൺഗ്രസിന് മുഖം രക്ഷിക്കണേ നടപടിയെടുക്കാം. കാരണം ഒരു MLA എന്ന പ്രിവിലേജൊക്കെ കൊണ്ട് ഒപ്പം തന്നെ ഈ കേസിൻ്റെ മറ്റ് സങ്കീർണതകളൊക്കെ ഉപയോഗപ്പെടുത്തി ഒരുപക്ഷെ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല നിയമവിദഗ്ധർ പോലും. അതുകൊണ്ട് പക്ഷേ കേസില്ലാതാവുന്നില്ല, അദ്ദേഹത്തിനെതിരായ ആക്ഷേപം ഇല്ലാതാവുന്നില്ല. ഒപ്പം ഇത് കോൺഗ്രസ് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ ക്ഷീണവും ഇല്ലാതാവുന്നില്ല. അന്വേഷണ നടപടികൾ മുന്നോട്ട് പോകും. മണിക്കൂറുകളോളം അന്വേഷണ സംഘത്തിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഹാജരാവേണ്ടി വരും. അങ്ങനത്തെ ഘടകങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം തന്നെ ഈ ഒളിവ് ജീവിതത്തിനൊക്കെ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് കോൺഗ്രസിന് മുഖം രക്ഷിക്കുന്ന നടപടി ഉണ്ടായേ പറ്റൂ. ആ നടപടി ഉണ്ടാവും. മുഖം രക്ഷിക്കപ്പെടുമോ എന്ന കാലം തെളിയിക്കേണ്ടതാണ്. കാരണം ഇത്രയധികം വൈകിയുള്ള നടപടി എടുത്തിട്ട് ഇനി എന്ത് കാര്യമെന്ന സംശയം അവർക്കിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നത്, മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത്തരമൊരു വിവാദകാലത്തിൽ കോൺഗ്രസിൽ പരസ്യപോരതങ്ങ് വന്നേനെ. പക്ഷേ ഇപ്പോൾ എന്തായാലും നേതാക്കൾ അത്തരം പരസ്യപോരിന് തയ്യാറാവുന്നില്ല. അവർ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അത് അഭിപ്രായങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പുറത്തേക്കൊരു തർക്ക വിഷയമായി തൽക്കാലം വന്നിട്ടില്ല. എന്തായാലും കോടതി വിധി വരെ നമുക്ക് കാത്തിരിക്കണമെന്നതാണ് നിലവിലെ സാഹചര്യം. യെസ്, അതാണ് സാഹചര്യം. അതായത് സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ ഒരു സാധ്യത. അപ്പോൾ പോലും കോൺഗ്രസ് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാൻ വൈകുന്നത് എന്ന ചോദ്യമൊക്കെ പ്രസക്തമാവുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനകത്ത് നിന്ന് വലിയ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലം കൂടിയാണ് ഉള്ളത് എന്നതുകൂടി നമുക്കറിയാം. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇനിയും പാർട്ടിയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സജന ബി സാജൻ ആവശ്യപ്പെടുകയാണ്.